മോഹൻലാൽ ചിത്രം ദൃശ്യം 3 വൻ പ്രേക്ഷക സ്വീകാര്യത നേടി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന എക്കാലത്തെയും 5ാമത്തെ ചിത്രമായിരിക്കുകയാണ് ദൃശ്യം 3. എമ്പുരാനെ 6ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ സിനിമ 300 കോടിയിലേക്ക് കുതിക്കുകയാണ്. മലയാള സിനിമയിൽ ഈ ചിത്രത്തിനുള്ള ജനപ്രീതി ഒന്ന് വേറെ തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ഒരു രക്ഷയുമില്ല. സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലാണ് ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ വൻകുതിപ്പ് തുടരുന്നത്. ദൃശ്യത്തോളം മറുഭാഷാ സിനിമാ പ്രേമികളിൽ താല്പര്യം സൃഷ്ടിച്ച മറ്റൊരു മലയാള സിനിമാ ഫ്രാഞ്ചൈസി ഇല്ല എന്ന് വേണമെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കാം. മറുഭാഷകളിൽ വന്ന റീമേക്കുകൾ തന്നെ അതിനുള്ള കാരണമാണ്. അതിനാൽ തന്നെ അത്രയും വലിയ കാത്തിരിപ്പ് സൃഷ്ടിച്ചുകൊണ്ടാണ് ദൃശ്യം 3 തിയേറ്ററുകളിലും എത്തിയത്. എന്നാൽ ആദ്യ 2 ഭാഗങ്ങൾക്കും ലഭിച്ചതുപോലെയുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല തിയേറ്ററിൽ വന്നതിനു ശേഷം ദൃശ്യം 3ക്ക് കിട്ടിയത്. അതേസമയം ഓപ്പണിംഗിലോ പിന്നീടുള്ള കളക്ഷനിലോ അത് പ്രതിഫലിച്ചതുമില്ല എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം. ദൃശ്യം ഫ്രാഞ്ചൈസിക്കുള്ള ജനപ്രീതി തന്നെയാണ് അതിനുള്ള കാരണം. സമ്മിശ്ര അഭിപ്രായമാണ് തുടക്കം മുതലേ ലഭിച്ചത്. എന്നാലും സ്വന്തമായി കണ്ടറിയാൻ പ്രേക്ഷകരിൽ ഒരു വലിയ ശതമാനം ആളുകളും തീരുമാനിച്ചു, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. അത് വലിയൊരു കളക്ഷനിൽ മാറ്റം വരുത്താനും കാരണമായി. ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിലും ചിത്രം ഒരു നേട്ടം കൂടി സ്വന്തമാക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന എക്കാലത്തെയും 5ാമത്തെ ചിത്രമായി മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും ദൃശ്യം 3 മാറിയിരിക്കുന്നു. എമ്പുരാനെ 6ാം സ്ഥാനത്തേക്ക് വെട്ടിയാണ് ദൃശ്യം 3യുടെ മുന്നേറ്റം. വെറും 18 ദിവസം കൊണ്ടാണ് എമ്പുരാന്റെ ലൈഫ് ടൈം കളക്ഷൻ ചിത്രം മറികടന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രം ഇതിനോടകം 86 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുന്നത്. വാഴ 2 ആണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള എക്കാലത്തെയും ചിത്രം. 129 കോടിക്ക് മുകളിലാണ് അതിന്റെ കളക്ഷൻ. എന്തായാലും ചിത്രം തകർത്ത് മുന്നേറുകയാണ്. ഈ പോക്കുപോയാൽ നിലവിൽ 300 കോടിയിലേക്കുള്ള യാത്രയാണെന്നാണ് ആരാധകർ പറയുന്നത്. ആഗോള കളക്ഷനിൽ ചിത്രം 230 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസ് തീയതിയും പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലായിരിക്കും ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ്. ജൂൺ 18-നായിരിക്കും ചിത്രം OTTയിൽ എത്തുക എന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. അങ്ങനെ മോഹൻലാലിന്റെ ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ചു മുന്നേറുകയാണ്. ഇതിനിടയിലാണ് ബോളിവുഡ് ആരാധകർ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനായി ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നത്. അജയ് ദേവ്ഗൺ പ്രധാന വേഷത്തിലെത്തുന്ന ദൃശ്യം 3 ഹിന്ദിയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ 3ാം ഭാഗം മലയാളത്തിന്റേതുപോലെ അല്ല എന്നാണ് പറയുന്നത്. ഇതിന് മറുപടി സംവിധായകൻ തന്നെ പറയുന്നു. ചിത്രത്തിന്റെ കഥയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റും ആവേശകരമായിട്ടുണ്ട്. തീർത്തും മലയാളത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള കഥയാണ് ഹിന്ദിയിലെന്നും സംവിധായകൻ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.